ഹലോ കൂട്ടുകാരെ, ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ നല്ലൊരു ചിത്രത്തിന്റെ കഥ കേട്ടാലോ? ഐവൻ എന്ന് പേരുള്ള ഒരു ഗൊറില്ലയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. അവൻ ബിഗ് ടോപ്പ് എന്ന് പേരുള്ള സർക്കസിലെ മിന്നും താരമാണ്. ഈ സർക്കസ് പ്രവർത്തിക്കുന്നത് ഒരു മാളിന്റെ ഉള്ളിലായിട്ടാണ്. ഈ സർക്കസിന്റെ ഓണറിന്റെ പേരാണ് മാക്ക്. ഐവനെ കൂടാതെ വേറെയും ഒരുപാട് ജീവികൾ ഈ സർക്കസിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ബേസ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോഴി, ബോൾ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു സീലയൺ, ഫയർഫോഴ്സ് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുയലച്ചൻ, പിന്നെ മാക്കിന്റെ പെറ്റ് ഡോഗ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്, കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന സ്റ്റെല്ല എന്ന ആനക്കുട്ടി, ഐവന്റെ സുഹൃത്തും അതുപോലെ അവിടെയും ഇവിടെയും ചുറ്റിത്തിരിഞ്ഞു നടക്കുന്ന ബോബ് എന്ന പട്ടിക്കുട്ടൻ. പിന്നെ ഐവന്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേര് ജൂലിയ എന്നാണ്. പടം വരയ്ക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവൾ മാക്കിനോടൊപ്പം സർക്കസിൽ ജോലി ചെയ്യുന്ന ജോർജിന്റെ മകള് കൂടിയാണ്. ജൂലിയ എപ്പോഴും ഐവന്റെ കൂടെ വന്നിരുന്ന് പടം വരയ്ക്കും. രാത്രിയിൽ സ്റ്റെല്ലയും ഐവനും കൂടി സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഇടയായിട്ട് ഇവർക്ക് കാണികളൊക്കെ കുറവാണ്. ദിവസം ചെല്ലുംതോറും കാണികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുമാനവും കുറവാണ്. മാക്ക് ഇക്കാര്യം പറഞ്ഞ് എന്നും വൈകുന്നേരം വഴക്കാണ്. ഐവന്റെ കൂടെയിരിക്കുന്ന ബോബിനെ മാക്ക് കാണുന്നുണ്ട്. അവന് ദേഷ്യം വരുന്നു. അന്ന് ജൂലിയ ഒരു പടം വരച്ചിട്ട് അവൾക്ക് പുതിയ പെയിന്റ് കിട്ടിയപ്പോൾ ആ പഴയ പെയിന്റ് നമ്മുടെ ഐവന് കൊടുത്തു. ഐവൻ അവിടെ വന്നിരുന്ന ഒരു വണ്ടിന്റെ പടം വരയ്ക്കുകയാണ്. എന്നാൽ ഇത് കണ്ട ബോബ് അയ്യേ ഇതെന്തോന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ജൂലിയയ്ക്ക് ഇതൊരു വണ്ടാണെന്ന് മനസ്സിലായി. ഐവന് പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്നും അവള് മനസ്സിലാക്കുകയാണ്. ഈ പടം കണ്ട് ഐവനെ അവൾ ഒരുപാട് അഭിനന്ദിക്കുന്നൊക്കെയുണ്ട്. പിറ്റേ ദിവസം നോക്കിക്കൊണ്ടിരുന്നാല് നമ്മുടെ മാക്ക് കുറെ നേരം ഫോൺ ചെയ്ത് നടക്കുന്നതൊക്കെ കാണാം. ഈ ജീവികൾക്ക് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ബോബ് പതിയെ സ്റ്റിക്കേഴ്സിന്റെ അടുത്ത് കൂടിയിട്ട് കാര്യം അന്വേഷിച്ചു. നീ ആരോടും പറയല്ലേ, ഇവിടേക്ക് പുതിയതായിട്ട് ഒരു ജീവി വരാൻ പോകുവാണെന്ന് സ്റ്റിക്കേഴ്സ് ബോബിനോട് പറഞ്ഞു. ഏയ് ജീവികളെ, എല്ലാരും കേട്ടോളൂ, ദേ ഇവിടേക്ക് പുതിയൊരു ജീവി വരാൻ പോകുന്നേ എന്ന് ബോബ് വിളിച്ചു പറയുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു ട്രക്ക് വന്നു. അതിനകത്ത് നിന്ന് റൂബി എന്ന് പേരുള്ള കുസൃതി കുടുക്കിയായ ഒരു ആനക്കുട്ടി ഇറങ്ങി വരികയാണ്. ഈ ആനക്കുട്ടിയെ സ്റ്റെല്ല തന്റെ മകളെ പോലെ കാണാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ ഐവന് റൂബിയോട് ഒട്ടും തന്നെ ഇഷ്ടം തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാ ഈ സർക്കസിലെ മിന്നും താരമായിരുന്ന ഐവന് കിട്ടുന്നതിനേക്കാൾ കയ്യടിയായിരുന്നു റൂബി സ്റ്റെല്ലയോടൊപ്പം വേദിയിൽ കയറിയപ്പോ കിട്ടിയത്. പിന്നെ അവളുടെ പടവും ഇപ്പൊ സർക്കസിന്റെ മുൻപിൽ തന്നെ തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കാരണം. പിറ്റേന്നും ജൂലിയ ഇവരെയൊക്കെ കാണാൻ വന്നപ്പോ നമ്മുടെ സ്റ്റെല്ലയ്ക്ക് കാലിന് വയ്യാത്തതായി കാണുന്നുണ്ട്. അന്ന് രാത്രിയില് നമ്മുടെ സ്റ്റെല്ലയോട് റൂബി കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ സ്റ്റെല്ല കുഞ്ഞായിരുന്നപ്പോ കാട്ടിലായിരുന്നു. അവള് പണ്ട് ഒരു കുഴിയിൽ വീണപ്പോ ജൂലിയയെ പോലെയുള്ള ഒരു പെൺകുട്ടിയാണ് അവളെ രക്ഷപ്പെടുത്തിയതെന്ന് സ്റ്റെല്ല പറയുന്നു. ഇത് കേട്ട് റൂബി കാടോ അതെന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്കും കാട്ടില് പോകണമെന്ന് അവിടുത്തെ വിശേഷങ്ങൾ കേട്ടപ്പോ റൂബി വാശി പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. പിറ്റേ ദിവസവും നമ്മുടെ സ്റ്റെല്ലയ്ക്ക് ഒട്ടും വയ്യ. അതുകൊണ്ട് റൂബിയെ ഒറ്റയ്ക്ക് വേദിയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് മാക്ക് ശ്രമിക്കുവാണ്. പക്ഷെ അവള് പേടിച്ച് പിന്തിരിഞ്ഞു നിൽക്കുന്നു. അന്നേരം ഐവൻ നമ്മുടെ റൂബിയോട് നീ ഇപ്പൊ വേദിയിലേക്ക് ചെന്നില്ലെങ്കിൽ അത് മാക്കിന് അപമാനമാകൂ എന്ന് പറയുന്നു. പേടിച്ചിട്ടാണെങ്കിലും റൂബി ഒറ്റയ്ക്ക് വേദിയിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ സ്റ്റെല്ലയ്ക്ക് ഒട്ടും തന്നെ വയ്യാതായിരിക്കുകയാണ്. ഐവൻ അങ്ങനെ സ്റ്റെല്ലയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ മാക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ നമ്മുടെ ഐവനെ ദത്തെടുത്ത് വളർത്തിയതാണ്. എന്നാൽ വലുതായപ്പോ അവനൊരു ഗൊറില്ലയല്ലേ, അവന്റെ കുസൃതിയും കൂടി കൂടി വന്നു. ഇതിന്റെ പേരില് മാക്കിന്റെ ഭാര്യ പുള്ളിക്കാരനെ ഡൈവേഴ്സ് ചെയ്തു പോയി. എന്നാലും തന്നെ അദ്ദേഹം വേർപിരിഞ്ഞില്ല. അദ്ദേഹം ഒരുപാട് നല്ലയാളാണ്. പക്ഷെ ഇടയ്ക്ക് ഈ പണത്തിനോടുള്ള ആർത്തി ഉണ്ടെന്നേ ഉള്ളൂ. ഈ കഥയൊക്കെ കേട്ട സ്റ്റെല്ല ഐവനോട് ഒരു റിക്വസ്റ്റ് പറയുകയാണ്. ഇനി എന്റെ ജീവൻ എന്തെങ്കിലും പറ്റിയാലും ഞാൻ നമ്മുടെ റൂബിക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അവളെ കാട് കാണിക്കാമെന്ന്. നീ അത് എനിക്ക് വേണ്ടി നിറവേറ്റി തരണമെന്ന് പറയുന്നു. ഐവൻ അങ്ങനെ സ്റ്റെല്ലയോട് ഞാൻ അതെന്തായാലും ചെയ്തിരിക്കൂ എന്നും പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റെല്ല അവരെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. സ്റ്റെല്ലയെ പോലെ ആക്കാനായിട്ട് മാക്ക് കഠിനമായിട്ട് റൂബിയെ പരിശ്രമിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റൂബി കുഞ്ഞല്ലേ, അതിനെ കൊണ്ട് അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ജൂലിയയ്ക്കും ഐവനും തോന്നുന്നുണ്ട് ഈ കൊച്ചു കുഞ്ഞിനോട് മാക്ക് എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കണം. അതിനുവേണ്ടി ഐവൻ ബോബിനോടൊരു പ്ലാൻ പറയുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കാനായിട്ട് ചാവി സംഘടിപ്പിക്കണം. ഒരു ചാവിയുടെ പടം വരച്ച ഐവൻ ജൂലിയെ കാണാനായിട്ട് അതിട്ടു. എന്നാൽ അത് മാക്കും കാണുന്നുണ്ട്. നമ്മുടെ ഐവന് ഇത്ര നന്നായിട്ട് പടം വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇവന്റെ പടം വര കൊണ്ട് നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ടാക്കാമെന്ന് മാക്ക് കരുതുന്നു.
ഇവന്റെ പടം വര കാണാനായിട്ട് പിറ്റേ ദിവസം ഒരുപാട് കാണികൾ വന്നു. എന്നാൽ സർക്കസ് ഇനിയും പച്ച പിടിച്ചാല് ഇവിടെ നിന്ന് റൂബിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഐവൻ പടം വരയ്ക്കാനും കൂട്ടാക്കിയില്ല. അന്ന് രാത്രി കലി തുള്ളി ഐവന്റെ അടുത്തേക്ക് വന്ന മാക്ക് അവന്റെ കൂട്ടിലായിട്ടിരിക്കുന്ന ബോബിനെ കാണുകയാണ്. ഐവനോടുണ്ടായിരുന്ന ആ ദേഷ്യം മുഴുവനായിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു തീർത്ത്, നീ ആ പട്ടി എവിടെ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കുമെന്ന് മാക്ക് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഐവൻ ബോബിനോട് ഒരു ഐഡിയ പറഞ്ഞു. നമ്മുടെ ഐവൻ ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ്. നമ്മുടെ ബോബ് ആണെങ്കിൽ ഈ സെക്യൂരിറ്റിയുടെ ചന്തിക്ക് കടിച്ച് അയാളെ ഈ കൂടിനകത്തേക്ക് മാറ്റി. ഐവൻ ഉണർന്നപ്പോ ഡോറും തുറന്നിട്ട നമ്മുടെ സെക്യൂരിറ്റി ദാ കിടക്കുന്നു തല കറങ്ങി താഴെ. അവിടെ നിന്ന് കിട്ടിയ ആ ചാവിയെല്ലാം ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ എല്ലാവരെയും പുറത്തെടുത്ത നമ്മുടെ ഐവൻ ഈ മാളിന് വെളിയിലേക്ക് പോകാൻ നോക്കുന്നു. സ്റ്റിക്കേഴ്സ് മാത്രം ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ചില്ല് പൊട്ടിക്കണം, അങ്ങോട്ട് പൊട്ടിക്ക് പാപ്പ എന്ന് ബോബ് വന്ന് പറയുന്നു. അങ്ങനെ ഐവൻ ആ ചില്ല് തകർത്തു. എന്നിട്ട് എല്ലാ മൃഗങ്ങളോടൊത്ത് ഇവിടെ നിന്ന് ഈ റോഡിന്റെ അപ്പുറത്തായിട്ട് ബോബ് പറഞ്ഞ പ്രകാരം ഒരു കാടുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോവുകയാണ്. ഇക്കാര്യം ഈ സെക്യൂരിറ്റി നമ്മുടെ മാക്കിനോട് വിളിച്ച് പറയുന്നുണ്ട്. ഈ മൃഗങ്ങൾ പോകുന്നത് ഒരാൾ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ആ കാട്ടിലേക്ക് ചെന്ന് എത്തിയപ്പോഴാണ് നമ്മുടെ ഐവന് കാര്യം മനസ്സിലായത്. അത് യഥാർത്ഥ കാടൊന്നുമല്ല, ഒരു ഫാമിലി പാർക്കാണ്. അതും ഈ സിറ്റിയുടെ നടുക്കാണുള്ളത്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ജീവികളുടെ ജീവന് ആപത്തായിരിക്കും. മാക്ക് അവിടെ വന്ന് ഐവനോട്, നിന്റെ കാരണം അവരുടെ ജീവന് ഒരു ആപത്തും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഐവൻ ജീവികളെയും കൂട്ടിക്കൊണ്ട് നേരെ കൂട്ടിലേക്ക് തന്നെ വരികയാണ്. ഈ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞ് സെക്യൂരിറ്റിയുടെ പണി നമ്മുടെ മാക്ക് തെറിപ്പിച്ചു. ശേഷം ജോർജിനെ വിളിച്ച് ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയണ്ട എന്ന് പറയുന്നു. ഇന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുവാണെന്ന് ഐവൻ റൂബിയോട് പറഞ്ഞപ്പോ, നിങ്ങൾ എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് റൂബി പറഞ്ഞു. ഞാനും പണ്ട് ഇതുപോലെ കാട്ടിൽ തന്നെ ആയിരുന്നു. അന്നേ എനിക്ക് പടം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാ. പക്ഷെ ഞങ്ങൾ ഗൊറില്ലകളല്ലേ, അതുകൊണ്ട് നല്ല രീതിയിൽ അഭ്യസിക്കുകയാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ ഇരിക്കെ കുറച്ച് വേട്ടക്കാര് ഞങ്ങളുടെ കാട്ടിലേക്ക് വന്നു. എന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പും അവരെ എതിർക്കാനായി പോയപ്പോ എതിർക്കാൻ വലിയ ശേഷിയില്ലാത്ത ഞാൻ ഒളിച്ചിരുന്നു. എന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പും എന്നെ ആ ദിവസം വിട്ടുപിരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാക്കിന്റെ കയ്യിൽ എത്തപ്പെട്ടത്. ഈ കഥ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ റൂബിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കും കാട് കാണാൻ പോകണം എന്നവള് ചിണുങ്ങിക്കൊണ്ട് ഐവനോട് പറയുന്നു. പിറ്റേ ദിവസം ജൂലിയ നമ്മുടെ ഐവന് കുറച്ചധികം കളറ് കൊടുക്കുകയാണ്. നീ നന്നായി പടം വരയ്ക്കുന്നുണ്ടല്ലോ, നീ ഇനിയും ഇത് വെച്ച് പടം വരയ്ക്കണമെന്ന് പറഞ്ഞു. ഐവന്റെ മനസ്സിൽ മറ്റൊരു ബുദ്ധി വരികയാണ്. അവൻ ഒരു പടം വരയ്ക്കാനായിട്ട് തുടങ്ങി. പിറ്റേ ദിവസം മാക്കിനെ കാണാനായിട്ട് ന്യൂസ് റിപ്പോർട്ടർ വന്ന്, ഇവിടുത്തെ ജീവികൾ ഇന്നലെ സിറ്റി പാർക്കിലേക്ക് പോയത് കണ്ടെന്ന് ആൾക്കാർ പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ മാക്ക് അവരോട് അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇവരുടെ സർക്കസ് തുടങ്ങി. എല്ലാ ജീവികളുടെയും പ്രകടനം കഴിഞ്ഞ് അവസാനം ഐവന്റെ പ്രകടനം. ഇത് കണ്ട് എല്ലാ കാണികളും അമ്പരക്കുകയാണ്. കാരണം മനോഹരമായ ഒരു കാടിന്റെ പടമാണ് ഐവൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ട ജൂലിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഐവന് കാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അവൾ അക്കാര്യം അച്ഛനോടും ആ ന്യൂസ് റിപ്പോർട്ടറിനോടും പറയുകയാണ്. അങ്ങനെ ഐവന്റെ വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞു. മൃഗസ്നേഹികളായ ഒരുപാട് പേര് വന്ന് സമരം ചെയ്യുകയാണ്. ഇവിടുത്തെ മൃഗങ്ങളെ എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് വിട്ടയക്കണമെന്ന്. മറ്റൊരു ഗതിയുമില്ലാതെ നമ്മുടെ മാക്ക് ഈ മൃഗങ്ങളെ ഇവിടെ നിന്ന് കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ നിർബന്ധിതനാകുന്നു. റൂബി ഐവനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ശേഷം നമ്മുടെ ബോബിനോട് യാത്ര പറയുകയാണ് ഐവൻ. അവനായിട്ട് ഒരു കളിപ്പാട്ടവും കൊടുക്കുന്നുണ്ട്. മാക്ക് ഐവൻ അടുത്ത് വന്ന്, നിന്നോട് കൂടി ഞാൻ ആദ്യം എടുത്ത ചിത്രമാണെന്നും പറഞ്ഞ് ഒരു പടം കാണിച്ചു കൊടുത്ത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതിലേറെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. ഐവൻ പിന്നീട് ഉണർന്നു നോക്കുമ്പോൾ ഒരു അടച്ചിട്ട വെളുത്ത റൂമിന്റെ ഉള്ളിലായിരുന്നു. ഒരു സുവോളജിസ്റ്റ് വന്ന് അത് ഓപ്പൺ ആക്കി കൊടുത്തപ്പോൾ അവൻ കാട് കാണുന്നു. ശരിക്കത് യഥാർത്ഥത്തിലെ കാടൊന്നുമല്ല, ഒരു സൂ ആണ്, ഒരു നാച്ചുറൽ സൂ. അവിടെ കാട് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ കൂട്ടരെ ഐവൻ കണ്ടു. അവൻ ഒരുപാട് സന്തോഷമായി. കൂടെ തന്നെ നമ്മുടെ റൂബിയും ആനക്കൂട്ടത്തോട് ഒത്തുചേർന്ന് സന്തോഷിക്കുന്നതും അവൻ കാണുകയാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. 2020 പുറത്തിറങ്ങിയ ദ വൺ ആൻഡ് ഓൺലി ഐവൻ എന്ന ഒരു അടിപൊളി മൂവിയുടെ കഥയാണ് നിങ്ങളിപ്പോ കേട്ടത്. ഈ കഥ ശരിക്കും യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യമാണ്. 1994 അറ്റ്ലാന്റ സൂവില് എത്തപ്പെട്ട ഐവൻ എന്ന പേരുള്ള ഒരു സിൽവർ ഗൊറില്ല.
അവന്റെ കഥയാണ് നമ്മളിപ്പോ കേട്ടത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ശരിക്ക് അവന്റെ കൂട്ടരെ കാണുന്നുണ്ടായിരുന്നത്. അതുവരെയും അവൻ സർക്കസിലും മറ്റും അവന്റെ ജീവിതം ചിലവഴിച്ചു. അങ്ങനെ തന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഐവന്റെ സന്തോഷം അത് നേരിട്ട് കണ്ടവര് പറയുന്ന വീഡിയോസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക. ഈ സർക്കസിനും മറ്റുമായിട്ട് അല്ലെങ്കിൽ കാഴ്ച ബംഗ്ലാവിലും മറ്റുമായിട്ട് നമ്മൾ ഇങ്ങനെ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നമുക്ക് കാണാൻ വളരെ സന്തോഷമാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള നൊമ്പരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഈ സിനിമയുടെ എൻഡിങ് ഒക്കെ നമ്മൾക്ക് കാണുമ്പോഴായിരിക്കും അല്ലെ. നമ്മുടെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ആ സാധു ജീവിയുടെ സന്തോഷം നമ്മൾ കളയുന്നുണ്ട്. അതാരും നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. സോ ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതോ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ടൊന്ന് പരിഗണിച്ചേക്കാം. കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും പോരായ്മകളോ മറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കഥയ്ക്കിടയിൽ മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് സെക്ഷനിലൂടെ അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. സോ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. ബൈ.